ഡെയിലി വേജസ് എടുക്കുന്നു. വൈകിട്ടാകുമ്പോൾ അതായത് 8 മണിക്ക് തുടങ്ങുമ്പോൾ 5 മണിയാകുമ്പോൾ കൈ കഴുകുന്നു, അവർക്ക് പേയ്മെൻറ്റ് കൊടുക്കുന്നു. പക്ഷേ അവിടെ എന്തോരം വർക്ക് നടന്നുള്ള ചില രണ്ടാമത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലേബറിനെ മീൻസ് ഡെയിലി വേജസിൽ നിർത്തിയിട്ട് ചെയ്യുന്നൊരു കാര്യം. അത് ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യാത്തൊരു കാര്യമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമുക്കൊരു മേസൺ നിന്ന് കഴിഞ്ഞാൽ ഒരു ലേബർ നിന്ന് കഴിഞ്ഞാൽ ആളുടെ നിന്ന് ഒരു ദിവസം എത്ര ഔട്ട്പുട്ട് കിട്ടണം എന്നുള്ളത് നമുക്കൊരു ഐഡിയ ഉണ്ടാവും. ഇപ്പോൾ ഒരു മേസൺ നിൽക്കണം, ബ്രിക്ക് വർക്കിന് ഒരു മേസൺ നിൽക്കണം, ആളൊരു ദിവസം ഒരു 200 കട്ട ബ്രിക്ക് വർക്ക് ലേ ചെയ്യണം എന്നുള്ളൊരു കണക്ക് നമ്മുടെ കയ്യിലുണ്ട്. നമുക്കറിയാം നമ്മൾ. പക്ഷേ ഒരു ക്ലയൻറ്റിനെ സംബന്ധിച്ച് ചിലപ്പോൾ അത് അറിയണമെന്നുണ്ടാവില്ല. അവർ ആളെ നിർത്തുന്നു, ഡെയിലി വേജസ് നിർത്തുന്നു, വൈകിട്ടാകുമ്പോൾ അതായത് 8 മണിക്ക് തുടങ്ങുമ്പോൾ 5 മണിയാകുമ്പോൾ കൈ കഴുകുന്നു, അവർക്ക് പേയ്മെൻറ്റ് കൊടുക്കുന്നു. പക്ഷേ അവിടെ എന്തോരം വർക്ക് നടന്നുള്ള ചിലപ്പോൾ ഇവർ നോക്കുന്നുണ്ടാകാം, പക്ഷേ അവർ ചിലപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. മീൻസ് ആ വർക്ക് എല്ലാം ഫൈനലായി കഴിയുമ്പോഴായിരിക്കും ഈ ലേബർ കോസ്റ്റ് എല്ലാം കൂട്ടുമ്പോഴായിരിക്കും ഫൈനലായിട്ട് ഇത്ര എമൗണ്ട് ആയോ എന്നുള്ളൊരു കണക്ക് അവർക്ക് വരുന്നത്. അപ്പോൾ ഡെയിലി വേജസ് നിർത്തുമ്പോൾ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഈ ലേബേഴ്സ് പ്രോപ്പറായിട്ടുള്ള ലേബേഴ്സ് അല്ലെങ്കിൽ അവർ ചിലപ്പോൾ അവരെ സംബന്ധിച്ച് അവർക്ക് കൂടുതൽ ദിവസം നിൽക്കുമ്പോഴാണ് അവർക്ക് പേയ്മെൻറ്റ് കിട്ടുന്നത്. ചിലപ്പോൾ ഒരു ദിവസത്തെ വർക്ക് ചിലപ്പോൾ ഒരു 2 ദിവസത്തെ വർക്ക് ആക്കിയിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങൾ അതിൽ വരും. അപ്പോൾ അതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങളാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ മെറ്റീരിയൽസ് നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കണം. ഈ മെറ്റീരിയൽസ് അറേഞ്ച് ചെയ്യുന്നതും ഒരു ബുദ്ധിമുട്ടാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡെയിലി ഈ മെറ്റീരിയലിൻ്റെ അവൈലബിലിറ്റി നോക്കി ഓരോ സ്ഥലങ്ങളിൽ പോയി എൻക്വയറി ചെയ്ത് ബെസ്റ്റ് ക്വാളിറ്റിയിൽ ബെറ്റർ മെറ്റീരിയൽ എവിടെ നിന്നാണ് കിട്ടുന്നുള്ള കാര്യങ്ങൾ നോക്കി അറേഞ്ച് ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള കാര്യങ്ങളാണ് അതിൽ ശ്രദ്ധിക്കേണ്ടത്.